ഒരു പാൻറ്റും കുപ്പായും ഇട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യന് പെൺകുട്ടിൻ്റെ കോലല്ലാതെ നടക്കണ കുറെ പെണ്ണുങ്ങൾ. നിങ്ങളെ കുട്ടികളോടൊക്കെ നെണീച്ചൊക്കെ പറഞ്ഞു നോക്കിയാണ് എത്ര പാൻറ്റും കുപ്പായി ഇട്ട് നോക്കി. ഇനി ആൺകുട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഉമ്മയും മക്കളും തമ്മിൽ രണ്ട് കാര്യങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവുക. ആൺകുട്ടികളാണോ നിങ്ങൾക്ക് ഉള്ളത്, പെൺകുട്ടിയാണോ ഉള്ളത്, രണ്ട് കാര്യങ്ങൾക്ക് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുക. ഒന്ന് നിസ്കാരം, രണ്ട് മുടി. അല്ലേ? ആൺകുട്ടികൾ മുടി വെട്ടൂല്ല, പെൺകുട്ടി മുടി നീട്ടൂല്ല. പെൺകുട്ടികൾ ഉമ്മനോട് പറയും ഇവിടച്ച് മുറിക്കണം. ഉമ്മ പറയും നല്ല മുടിയാ മോളെ മുറിക്കണ്ട, ഇവിടച്ച് മുറിക്കണം. അതെന്താ? അതപ്പോ കൊറിയൻ സ്റ്റൈല്. ഈ കുട്ടി കാണുന്ന കൊറിയൻ സീരീസുകൾ കുട്ടിയുടെ മനസ്സിനകത്തേക്ക് ഇട്ടുകൊടുത്തത് അതാ. ആൺകുട്ടി എന്താ പറയാ, ഞാൻ മുടി വെട്ടൂല്ല. ആൺകുട്ടിൻ്റെ മുടി വെട്ടിക്കാനും ഉമ്മ കഷ്ടപ്പെടുകയാണ്, പെൺകുട്ടിൻ്റെ മുടി നീട്ടാനും കഷ്ടപ്പെടുകയാണ്. അല്ലേ? ഇനിയോ ബാക്കിൽ നിന്ന് നോക്കിയാൽ, കോളേജിലൊക്കെ പോയിട്ട് ബാക്കിൽ നിന്ന് നോക്കിയാൽ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവില്ല. ഇപ്പം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഒരേ കുപ്പായ. ആൺകുട്ടികൾ ഇപ്പോൾ ബ്ലൗസാണല്ലോ ഇടുന്നത്, നിങ്ങൾ കണ്ടില്ലേ? ഒരു ബ്ലൗസ്, എന്നിട്ടൊക്കെ കൂടി വെല്ലിപ്പാൻ്റെ ഒരു ജീൻസ് വീതിയുള്ള. പെൺകുട്ടികളോ? ആരാണ് നിങ്ങൾക്ക് ചേന്നമംഗലൂർ എന്ന് പറയുന്ന ഇസ്ലാമികമായിട്ട് എല്ലാ സംഘടനകളും സംഘങ്ങളും ഉയർന്നു വന്ന ഒരു പ്രദേശത്ത് ആരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത് പെണ്ണിന്റെ വസ്ത്രം പാൻറ്റും കുപ്പായിന്ന്? ആരാ പഠിപ്പിച്ചേ? ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ ഓർക്ക്. ചുണ്ട് ചോപ്പിക്കുന്ന, കണ്ണ് വാലിട്ടെഴുതുന്ന, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന, ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരെന്താ അറിയോ നിങ്ങൾക്ക്? വ്യഭിചാരിണി എന്നാണ്, വേശ്യ എന്നാണ്. നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ വേശ്യ എന്ന് വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുമോ? ആ കുട്ടി പാൻറ്റും കുപ്പായി ഇട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പം നിങ്ങൾ ഓർക്കണം, റസൂല് വേശ്യ എന്ന് വിളിച്ച പെണ്ണാ പോണത്. പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ബാപ്പാക്ക് ഉളുപ്പ് വേണ്ടേ? അത് ഇടിയിച്ച് കുട്ടികളെ പുറത്തേക്ക് ഇറക്കണം ഉമ്മാക്ക് ഉളുപ്പ് വേണ്ടേ? ഉമ്മ കുറെ മൊക്കനും പറത്തിയിട്ട് നടന്ന സ്വർഗം കിട്ടുന്ന ആരാങ്ങളോട് പറഞ്ഞത്? ഇതാ നമ്മൾ ചിന്തിക്കേണ്ട സാധനത്താണ്. ഇതാ മാത്തൽ ഇൻസാന ഇൻ ഖത അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് സാധനം, ആ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഇതാ മാത്തൽ ഇൻസാന ഇൻ ഖത അമലുഹു, സ്റ്റോപ്പ്ഡ് എവറിത്തിങ്. റസൂലിന്റെ വാക്ക. മരിച്ചാൽ എല്ലാം തീരും. മരിച്ചാൽ പിന്നെ എന്താ ഉണ്ടാകുക? ഒക്കെ തീരും. ഇല്ലാ മിൻ സലാസ. റസൂല് മൂന്നെണ്ണം ഒഴികെ എന്ന് പറഞ്ഞ് എണ്ണി. എന്താ എണ്ണിയെന്നറിയോ? ആ സ്വതക്കത്തുൽ ജാരിയ. ചേന്നമംഗലൂരിൽ വന്നിട്ട് ഞാൻ അതിന് അർത്ഥം പറയില്ല. ആ സ്വതക്കത്തുൽ ജാരിയ. രണ്ടാമത് എന്താ പറഞ്ഞത്? വൈൽമുൻ യുൻതഫിഉ ബിഹി. മൂന്നാമത് എന്താ പറഞ്ഞറിയോ നിങ്ങൾക്ക്? വലതുൻ സ്വാലിഉൻ യദഉ ലഹു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. ആര്? ഈ പാൻറ് കുപ്പായി നടക്കുന്ന പെൺകുട്ടിയോ? പെൺകുട്ടികളെ കാണാൻ ഇപ്പോൾ ഒരു പെണ്ണിന്റെ കോലല്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ? ഒരു ഭംഗിയുള്ള കുട്ടീനെ കാണൂല, എന്തോ ഒരു കോലം. ആൺകുട്ടിനെ കാണാനാണെങ്കിൽ പെണ്ണിന്റെ കോലം, താടിയുമില്ല, മീശയുമില്ല. ഓൻ കൊറിയൻ, പെൺകുട്ടിയും കൊറിയൻ. നമ്മളെ കുട്ടിയില്ലേ? ഇപ്പൊ ചേന്നമംഗലൂരത്തില്ലേ? എന്നിട്ടോ 10ാം ക്ലാസ് കഴിയുന്ന ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, മോനെ നീ +1 +2 ഒക്കെ പഠിച്ചിട്ട് എന്താ പരിപാടി? ഉടനെ ആൺകുട്ടി പറയും പോണം. എങ്ങട്ട്? ഒന്നുകിൽ യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ, അല്ലെങ്കിലോ ബാംഗ്ലൂര്, മൈസൂര്. അപ്പൊ നാട്ടിൽ ശരിയാവില്ല. എന്താ? ഇവിടെ ശരിയല്ല. ഇവിടെ എന്താ ശരിയില്ലാത്ത? ബാപ്പ നിയന്ത്രിക്കും, ഉമ്മ നിയന്ത്രിക്കും. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നീ പെൺകുട്ടിയോട് ചോദിച്ചു നോക്ക്, ഇങ്ങനെന്താ ഇഷ്ടം? ഇവിടെ കാറ്റൂല, ഹോസ്റ്റൽ ദൂരെ. അപ്പൊ ഇങ്ങനെ നടക്കാം. എങ്ങട്ടാ നിങ്ങൾ ഈ കുട്ടികളെ പോയിട്ടാണ്? ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഉമ്മ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നത് മക്കളെ വളർത്തിയെടുക്കേണ്ട, അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട കേന്ദ്രം കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അല്ലാതെ വലിയ കുടുംബമാണ്, മുന്തിയ കുടുംബം അറിഞ്ഞിട്ട് കാര്യമില്ല. അത് കൂടി ഉണ്ടാവണം. ഉണ്ടോ? നമുക്കുണ്ടോ? നമ്മുടെ കൺട്രോൾ ഉണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ? ഞാൻ അവിടെ നിർത്തുകയാണ്. ഒരു ബാപ്പ, ഞാൻ ജീവിതത്തിൽ കണ്ട ഒരു ബാപ്പയെ അതുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പരിചയപ്പെടുത്തൽ നിർത്തുകയാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ബാപ്പ, ഈ ബാപ്പയും ഉമ്മയും എന്നെ കാണാൻ വരികയാണ്. ഈ ഉമ്മ 2 പെൺകുട്ടികളുടെ ഉമ്മയാണ്. 2 പെൺകുട്ടികളെ പെറ്റ് പ്രസവിച്ച് വലുതാക്കി കുട്ടികളൊക്കെ വലുതായപ്പോൾ
44-ാമത്തെ വയസ്സിൽ ഈ ഉമ്മ പ്രഗ്നൻ്റായി. അന്ന് ബാപ്പാക്ക് പ്രായം 56. ഉമ്മ പ്രസവിക്കുമ്പോൾ 44 വയസ്സാണ്. ബാപ്പാക്ക് പ്രായം 56. നിങ്ങൾ കൂട്ടണം, കണക്ക് കൂട്ടണം. 44-ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റായി. ഉമ്മ പ്രഗ്നൻ്റ് ആണതിൻ്റെ മുമ്പ് ഉമ്മാൻ്റെ മൂത്ത മോള് പ്രസവിച്ചിന്. 2 വയസ്സുള്ള കുട്ടിയുണ്ട്. മൂത്ത മോക്ക് 2 വയസ്സുള്ള കുട്ടി ഉണ്ടായപ്പോഴാണ് ഉമ്മ പോലും അറിയാതെ അവിചാരിതമായി ഉമ്മ ഗർഭിണിയായത്. അറിഞ്ഞപ്പം തന്നെ 3-4 മാസമായി. 44 വയസ്സാ, പ്രഗ്നൻ്റ് ആവുമെന്ന് ആലോചിക്കില്ലല്ലോ. ഡോക്ടറെ കാണിച്ചപ്പം തന്നെ ഒരു അസ്വസ്ഥത തോന്നി. ഡോക്ടറെ കാണിച്ചപ്പം തന്നെ 4 മാസം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ വയ്യ, ഈ കുട്ടിയെ പ്രസവിക്കുക. ആ ഉമ്മ 44-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കുട്ടി ആൺകുട്ടിയാണ്. ആൺകുട്ടിയാ, 2 പെൺകുട്ടികളുള്ള ഉമ്മയാണ്. എല്ലാവരും ഉമ്മനോട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങൾ അവസാന കാലത്ത് നോക്കാനൊരു ആൺകുട്ടിയായി, നിങ്ങൾക്ക് പടച്ചോൻ തന്നൊരു കനിയാണ്. പെൺകുട്ടികളൊക്കെ പറഞ്ഞു, ഉമ്മ സന്തോഷമായി, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകല്ലോ എന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ 44 വയസ്സിൽ പെറ്റ് 46 വയസ്സ് വരെ പാല് കൊടുത്ത്. നിങ്ങൾ ചിന്തിക്കണേ, 30 വയസ്സിൽ പ്രസവിച്ച വേദന ഇതുവരെ നിങ്ങൾക്ക് മാറിയില്ല. അപ്പോഴാണ് 44 വയസ്സ് പ്രസവിക്കുന്ന ഈ പെണ്ണ്. 46 വയസ്സ് വരെ ഉമ്മ കുട്ടിക്ക് പാല് കൊടുത്തു. എന്നിട്ട് ആ കുട്ടിയെ, ആൺകുട്ടിയെ മിടുക്കനായിട്ട് ഏറ്റവും നല്ല സ്കൂൾ പറഞ്ഞയച്ച് വളർത്തി വളർത്തി വളർത്തി. ചെക്കന് വയസ്സ് 16. അവൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നു. അവന് വയസ്സ് 16. ഉമ്മാക്ക് വയസ്സ് 60. ബാപ്പാക്ക് വയസ്സ് 72. നിങ്ങൾ കൂട്ടിക്കോ, 72 അല്ല, ഇനി കൂടുതലുണ്ടാവും. ബാപ്പാക്ക് വയ്യ, ഉമ്മാക്ക് ആവതില്ല. ഉമ്മാക്ക് തൈറോയിഡിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ലേറ്റായി പ്രസവിച്ചത് കൊണ്ട് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അസ്വസ്ഥമാണ് ഉമ്മ. ബാപ്പാക്ക് വയ്യ. ആ ചെറുക്കനെ, 16 വയസ്സുള്ള ചെറുക്കനെ കൊണ്ട് ബാപ്പയും ഇൻ്റെ അടുത്ത് വരികയാണ്. ഒരു വൃത്തിയിട്ട ചെറുക്കൻ. ഉമ്മാനോട് പറയണത്, തള്ളെ അടങ്ങിന്നോട്ടാ. ഉമ്മാക്ക് മുണ്ടാൻ വയ്യ, 60 വയസ്സായി. ബാപ്പാനോട് പറയണത്, ഇന്നോട് കളിക്കാൻ വന്നാൽ കിട്ടുക. 72-74 വയസ്സുള്ള ബാപ്പാക്ക് എന്താ ചെയ്യാൻ പറ്റുക? ബാപ്പാൻ്റെ മസിലൊക്കെ ഇങ്ങനെ പ്ലിങ് പ്ലിങ്. നിങ്ങളെ കുട്ടികൾ കളിക്കില്ലേ ഒരു സാധനം, എന്താ ആ സാധനം പോലത്തെ മസില. ചേക്ക ഇങ്ങനെ നല്ലോണം തിന്നാൻ കൊടുത്തിട്ടൊരു നമ്മളൊക്കെ ഈ പെരുന്നാളിന് ഇറക്കാൻ കൊണ്ടുവന്ന പോത്തിക്കണോ നിൽക്കണത്. ബാപ്പ എന്ത് ചെയ്യും? ഉമ്മ എന്ത് ചെയ്യും? ഒരു ശല്യം, ഒരു പ്രശ്നം. ബാപ്പാൻ്റെ പൈസ ഒക്കെ അങ്ങനെ എടുത്താണ്ട് കൊണ്ടുപോകും, കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകും. മാരേക്ക് എടുത്ത് തന്നോളി. എന്നിട്ട് ആ ചെക്കൻ ഇങ്ങനെ പാൻറ് കുപ്പായൊക്കെ ഉണ്ട്, രാജകീയമായി ജീവിക്കുക. ഓനെ കൊണ്ടുവന്നപ്പം ഉമ്മ പറയാണ്, സാറേ എപ്പോഴും ഓൻ ബൈക്കുമല. ബാപ്പാൻ്റെ സ്കൂട്ടർ കൊടുത്താണ്ട് ചെക്കൻ അങ്ങനെ നടക്കുകയാണ്. ബാപ്പാണെങ്കിൽ ഒന്നും ഉണ്ടില്ല. ആ ബാപ്പ എന്നോട് പറയാണ്, അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആ ബാപ്പ പറയാണ്, സാറേ ഞാൻ ഓന് എപ്പോഴും സ്കൂട്ടർ കൊടുക്കും. ഞാൻ കൊടുക്കല, പെട്രോളൊക്കെ ഞാൻ അടിച്ചു കൊടുക്കും, ഓൻ കൊണ്ടേക്കോട്ടെ. ഞാൻ ചോദിച്ചു, അതെന്തിനാ? അയിമ തീരുകയാണെങ്കിൽ അവിടെ തീർന്നോട്ടെ. ഓന അയിമ തീരുകയാണെങ്കിൽ അവിടെ തീർന്നോട്ടെ. എന്നെ കൊണ്ട് കഴിയൂല സാറേ പോറ്റാൻ. എന്താ ബാപ്പ സ്കൂട്ടർ കൊടുത്ത് ബാപ്പ പ്രാർത്ഥിക്കുക, എന്താ പറച്ചോനെ ഈ പോക്കിൽ ഇതൊന്ന് കുത്തി ചാവണേന്ന്. എവിടെ ചാവണ്? സ്വന്തം മക്കള് നമുക്ക് ജീവിതത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയുക, ലോകത്ത് ഇന്ന് ഏറ്റവും അധികം പ്രശ്നമുള്ളത്, ഭീഷണിയുള്ളത് മക്കളെ വളർത്തലിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ കുടുംബം എന്ന ഈ ആശയത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ചില വഴികൾ, ആ വഴികൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും സ്വൈര്യമൊക്കെ ഉണ്ടാവൂ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി ഞാൻ അല്പം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിതിങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പരിപാടി. ഒരു പെൺകുട്ടി പറയാ, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും ബാപ്പയും എന്നെ സ്വന്തം മോളെപ്പോലെ അംഗീകരിക്കുമോ എന്ന് എനിക്കൊരു പേടി. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ശരി ആ പേടി അവിടെ നിൽക്കട്ടെ, അവിടെ കെട്ടെ പേടി. അപ്പം ആ കുട്ടി പറഞ്ഞു, എന്താ അവിടെ കെട്ടെ. ഞാനൊരു കാര്യം പറയാ, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മയെയും ഉപ്പയെയും സ്വന്തം ഉപ്പയും ഉമ്മയുമായിട്ട് നീ അംഗീകരിക്കോ? അപ്പോൾ ഓള് പറഞ്ഞു, ഇല്ല. പിന്നെങ്ങനെ നിന്നെ മോളായിട്ട് അംഗീകരിക്കുക? അതെന്ത് പരിപാടിയാ?
ഒരു ഭാഗത്തുനിന്ന് മാത്രം കിട്ടണം എന്ന് വിചാരിക്കുക. സ്വന്തം മകളെപ്പോലെ ഒരു അമ്മായിയും അമ്മോച്ചനും ആ പെൺകുട്ടിയെ നോക്കണമെങ്കിൽ സ്വന്തം ബാപ്പാനെ പോലെ ഉമ്മാനെ പോലെ ആ പെണ്ണ് ആ ഉമ്മാനെ കാണണ്ടേ? അത് കാണുമോ? പറയെന്താ ഭർത്താവിനോട്? നിങ്ങളെ ഉമ്മ തള്ള, നിങ്ങളെ ഉമ്മനെ കുറിച്ച് നിങ്ങളെ പറയൂ. അപ്പൊ ഇവിടെ ഒക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും ഈ ജീവിതത്തിൽ ഒരു ഇസ്ലാമികത ഇല്ലാതെ പോവുകയും ചെയ്യുക വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അവിടെ നിന്നുകൊണ്ടാണ് കുടുംബം എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാണ് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരിക, എന്നിട്ട് വീട്ടിൽ കൊണ്ടിട്ട് ഇങ്ങനെ പീഡിപ്പിക്കണമെന്നല്ല കുടുംബം അല്ല. പിന്നെ എന്താ കുടുംബം? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് നേരെ പറയാം. ശരിക്ക് ശ്രദ്ധിക്കണേ. രണ്ടു മനുഷ്യർ, ഒരാണും ഒരു പെണ്ണും, രണ്ട് മനുഷ്യർ. ഇനി ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിക്കണം. മനുഷ്യൻ എന്ന ജീവിക്ക് എന്താണ് വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. മനുഷ്യൻ എന്ന ജീവിക്ക് എന്താ വേണ്ടത്? കുറേ സ്വത്താണോ? സൗന്ദര്യമാണോ? സമ്പത്താണോ? പണമാണോ? വീടാണോ? വണ്ടിയാണോ? മനുഷ്യൻ എന്താ വേണ്ടത്? നിങ്ങൾ ആലോചിക്കണം എപ്പോഴെങ്കിലും. ഇനി ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിക്കണേ. മനുഷ്യന് വേണ്ടത് മൂന്നെണ്ണം. ഈ മൂന്നെണ്ണവും സഞ്ചി കൊണ്ടുപോയാൽ കിട്ടൂല. ഈ മൂന്നെണ്ണവും കോഴിക്കോട്ടെ ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടൂല. മനുഷ്യന് വേണ്ട മൂന്നെണ്ണം നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല കൂട്ടരെ. അപ്പൊ എന്ത് ചെയ്യും? എന്താണ് ആ മൂന്നെണ്ണം? എണ്ണിക്കോ. 1 സന്തോഷം, 2 സമാധാനം, 3 സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ വേണ്ടി പറഞ്ഞത്. കിട്ടുമോ? നിങ്ങൾ നെസ്റ്റോയിൽ പോയിക്കോ. നെസ്റ്റോ അതുള്ളപ്പോൾ കോഴിക്കോട്ട് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ്. എന്നിട്ട് അവിടുന്ന് ചോദിക്ക് 1/2 കിലോ സമാധാനം ചോദിച്ചോ. എറണാകുളത്തെ ലുലുലു പോയി ചോദിക്ക് 1/4 കിലോ സംതൃപ്തി. അവിടെ യൂസുഫ് അലി ഉണ്ടെങ്കിൽ ഇറങ്ങി വന്നിട്ട് പറയും നിങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ ഒരു ഇത്തിരി ഇൻക്ലൂഡി തരണേ. അയാൾക്കുണ്ടാവും. മനുഷ്യൻ എന്ന ജീവിക്ക് ഈ മൂന്നെണ്ണം വേണ്ടി. ഇനി ഞാൻ പറയണത് ശരിക്കും ശ്രദ്ധിക്കണം. എന്താ കുടുംബം? രണ്ട് മനുഷ്യർ, ഒരാണും ഒരു പെണ്ണും, സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഒന്നിക്കുന്നതിൻ്റെ പേരാ കുടുംബം. അപ്പൊ കുടുംബമായി. ഒരാണ് പെണ്ണിനെ കിട്ടണമെന്നുള്ളത്. രണ്ട് മനുഷ്യന്മാർ സമാധാനം സംതൃപ്തി സന്തോഷം കിട്ടാൻ വേണ്ടി ഒരുമിക്കുക. എന്നിട്ട് പരസ്പരം അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എൻ്റെ പെണ്ണിന് സമാധാനവും സന്തോഷവും സംതൃപ്തിയും കൊടുക്കണം, അവൾ എനിക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും തരണം. അങ്ങനെ മത്സരിക്കണം. അതിൻ്റെ പേരാ കുടുംബം. അപ്പൊ ഞാനതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്നറിയോ? ഇതായിരുന്നോ കുടുംബം? കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പോയ സാധനം അപ്പം നിങ്ങൾ എണ്ണിയത് അല്ലേ? കല്യാണം കഴിഞ്ഞ് ഉടൻ നഷ്ടപ്പെട്ടത് നിങ്ങൾ എണ്ണിയത്. നമ്മളൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ആലോചിച്ചിട്ടോ? കെട്ടി, മക്കളായി, പെട്ടു, ഇനി ഇങ്ങനെ പോട്ടെ, എന്നിട്ട് കൗൺസിലിങ്ങിന് വന്ന് പറയും സാറേ മക്കളെ ആലോചിച്ചിട്ടാ. ഞാൻ പറഞ്ഞു അല്ലെങ്കിലോ എന്നോ പിരിഞ്ഞിനി. എന്ത് കുടുംബം അത്? ഇതെന്ത് കുടുംബ? തിരിച്ചു പോവാൻ ഒരു വീടില്ലാതെ ഭർത്താവിനെ സഹിക്കുന്ന പെണ്ണുങ്ങൾ എത്ര ഉണ്ട് എന്നൊരു കേരളത്തിൽ. തിരിച്ചു പോകാൻ വീടില്ല, കെട്ടിച്ച് അയാളുടെ കൂടെ ജീവിച്ചു, 20 കൊല്ലം കഴിഞ്ഞു, ബാപ്പ മരിച്ചുപോയി, ഉമ്മ ആങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, ഭർത്താവിനെ ഒഴിവാക്കിയായി പെണ്ണെങ്ങട്ടാ പോവുക? അപ്പോൾ ആ പെണ്ണ് ചിന്തിച്ചു ഇനി പോവാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇയാളും സഹിച്ചു ഇവിടെ കൂടുക. അങ്ങനെ സഹിക്കുന്ന സ്ഥലത്തിൻ്റെ പേരല്ല കൂട്ടരെ കുടുംബം. സമാധാനവും സന്തോഷവും സംതൃപ്തിയും കളിയാടുന്ന ഇടം കുടുംബം. അപ്പം ഞാനിനി അവസാനിപ്പിക്കുകയാണ്, നിർത്തുകയാണ്. എനിക്ക് തന്ന സമയം തീരാറായി, അപ്പം നിർത്തുകയാണ്. ഇനി ഞാൻ പറയുന്ന 3 കാര്യങ്ങൾ കൂടി എൻ്റെ പ്രിയപ്പെട്ടവർ ഓർത്തു വെക്കണം. കുടുംബം കുടുംബമാവാൻ കുടുംബബന്ധം എന്ന ഒരു സാധനമുണ്ട്. കുടുംബബന്ധം എന്നത് 3 ബന്ധങ്ങൾ ചേർന്നതാണ്, മറന്നു പോവരുത്. 3 ബന്ധം ഒരുമിച്ച് വെച്ചാൽ അതിൻ്റെ പേര് കുടുംബബന്ധം. ബാക്കിയുള്ള ബന്ധങ്ങളൊന്നും അങ്ങനെയല്ല. സുഹൃത്ത് ബന്ധം, അയൽപ്പക്ക ബന്ധം, പ്രസ്ഥാന ബന്ധം, എന്താ ഈ ബന്ധത്തിലൊന്നും 3 ബന്ധമില്ല.
ഞാൻ ഇനി പറയുന്ന 3 ബന്ധങ്ങൾ നിങ്ങൾ ഒരുമിച്ചു ചേർത്തു വച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം സുഖവും സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഉള്ളതാവും. ഏതൊക്കെയാണ് ആ 3 എണ്ണം? ഇനി ഞാനൊന്ന് ഓടിച്ചു പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. ഒന്ന് ശാരീരിക ബന്ധം, 2 മാനസിക ബന്ധം, 3 ആത്മബന്ധം.